നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഇന്നത്തെ അതിഥിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് ഷൊർണൂരിൻ്റെ ശ്രീ RG പിള്ളയാണ്. ഷൊർണൂരിന് വേണ്ടി, ഷൊർണൂരിൻ്റെ റെയിൽവേ വികസനത്തിനു വേണ്ടി റെയിൽവേ രംഗത്തെ തൊഴിലാളി ശബ്ദമായി മാറിയ ശ്രീ RG പിള്ളയ്ക്ക് ഒരുപാട് ഭൂതകാലത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്. ഷൊർണൂർ റെയിൽവേ നഗരത്തിൻ്റെ ആ ഓർമ്മകളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ശ്രീ ഈ സംസാരം. നമസ്കാരം. ഇന്ന് STയുടെ അതിഥിയായിട്ട് RG പിള്ള എന്ന് പറയുന്ന ഷൊർണൂരിൻ്റെ ജനപ്രിയനായ ഒരു വ്യക്തിയാണ്. പക്ഷേ RG പിള്ള മുഴുവൻ പേര് പറഞ്ഞാൽ ഗോപാലകൃഷ്ണ പിള്ള. പക്ഷെ അതല്ല, സ്മൃതമായ പേര് RG പിള്ള എന്ന് പറയുന്ന ചുരുക്കപ്പേരിലാണ് നമ്മൾ സ്വീകരിക്കപ്പെട്ടതും ആൾ അറിയപ്പെടുന്നു. റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. ട്രേഡ് യൂണിയൻ്റെ സജീവ പ്രവർത്തിച്ച ആളാണ്. ഷൊർണൂരിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് തൊഴിലാളി ശബ്ദത്തെ ഇന്ത്യൻ റെയിൽവേക്ക് ശക്തിയായി അറിയിച്ച ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. സ്വാഗതം ഇന്നത്തെ ഈ അതിഥിയിലേക്ക്. പുള്ളി സാറിന് റെയിൽവേ എന്ന് വേണ്ടി തുടങ്ങേണ്ടി വരും. കാരണം കരിവണ്ടികൾ ഓടുന്ന ഒരു കാലത്താണ് പക്ഷേ പുള്ളി സാറ് അല്ലേ ഈ റെയിൽവേൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. എന്താണ് ആ ഓർമ്മകളെ ഒന്ന് തിരിച്ച് നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ഷൊർണൂരിൻ്റെ റെയിൽവേ ഭൂപടത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? വളരെ വളരെ നന്ദി വളരെ അതിയായി ശ്രമിച്ചതിൽ. ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. 1966 ഫെബ്രുവരി 2-നാണ് ഞാൻ റെയിൽവേയിൽ ചേരുന്നത്. ട്രെയിനിങ് കഴിഞ്ഞ് കോഴിക്കോട് ജോയിൻ ചെയ്ത് ഉടനെ തന്നെ വലിയ താമസമില്ലാതെ 66 ഒക്ടോബറോടുകൂടി ഇരുമ്പനം കൊച്ചിൻ റിഫൈനറിക്ക് വേണ്ടി തുടങ്ങിയ യാർഡിൽ, അതായത് ഓയിൽ ടാങ്കുകളുടെ മൂവ്മെൻറ്റ് വിവിധ, അന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ കയറ്റി അയക്കുന്ന യാർഡാണ്. അവിടെയാണത് ഡീൽ ചെയ്തത്. അവിടെയാണ് ഞാൻ ട്രെയിൻ ക്ലർക്കായിട്ട് ജോയിൻ ചെയ്തത്. അവിടെ ചേർന്ന് ഏറെ വൈകുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവിടുത്തെ ദക്ഷിൺ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ്റെ ഒരു പ്രവർത്തകനായി ചേരുകയും ബ്രാഞ്ച് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. വളരെ ശോചനീയമായ തൊഴിൽ സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. താമസത്തിന് ക്വാർട്ടേഴ്സുകൾ പണിതെങ്കിലും അവിടെ സൗകര്യങ്ങൾ, വെള്ളമോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പുഴയെ ആശ്രയിച്ചുകൊണ്ട് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന, നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനെതിരായി ഉള്ള പ്രക്ഷോഭങ്ങളും കൂടിയാണ് എൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം തുടങ്ങുന്നത്. അത് എല്ലാ തൊഴിലാളികളും ഒന്നുചേർന്നുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലും അല്ലാതെയും ആ വിഷയങ്ങൾ ഉന്നയിക്കുകയും ക്രമേണ അതിന് പരിഹാരം കാണുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അന്ന് റെയിൽവേയിൽ ഏറ്റവും അധികം ചൂഷണം അനുഭവപ്പെട്ടിരുന്ന ഒരു കാലമാണ്. ഉദ്യോഗസ്ഥ മേധാവിത്വം എന്ന് പറഞ്ഞാൽ അവർ നമ്മളുടെ ഈ പ്രശ്നങ്ങളെ അനുഭാവപൂർവ്വം കാണുന്നതിന് പകരം തിരിച്ച് നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള നിലയിൽ അപഹസിക്കുന്ന രൂപത്തിലും അത് പ്രതികരണം ഉണ്ടായി. പക്ഷെ അതിനെ ശക്തമായി അതിനെതിരായി പ്രതികരിക്കുകയും അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ റെയിൽവേയിൽ അന്ന് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടത് കാഷ്വൽ ലേബർ സമ്പ്രദായം. അതായത് ഈ റെയിൽവേയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ട്രാക്ക് പരിപാലനത്തിനും മറ്റും ആളുകളെ നിയോഗിക്കും. അവർ നിർമ്മാണത്തിന് ഉപയോഗിക്കും. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് നേരിട്ടാണ് ജോലികൾ ചെയ്യിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള 200-300 ഓരോ സെക്ഷനിലും അങ്ങനെ നിൽക്കുകയും കുറേ ദിവസം പണിയെടുപ്പിക്കും. പിന്നെ അവരെ സാങ്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് പുറത്തു നിർത്തും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സർവീസ് കൊടുക്കാതെ അവരെ വീണ്ടും വീണ്ടും ഈ രൂപത്തിൽ വർഷങ്ങളോളം അങ്ങനെ പണിയെടുപ്പിക്കുന്ന സ്ഥിതിയാണ്. ഒരു പ്രൊജക്റ്റിൽ നിന്ന് വേറൊരു പ്രൊജക്റ്റിലേക്ക് പോവാം. അങ്ങനെ ഉള്ളൊരു അവസ്ഥയിൽ അതിനെതിരായി തൊഴിലാളികൾക്കിടയിൽ ഒരു അമർഷം ഉണ്ടായിരുന്നു. അത് DRV ഏറ്റെടുത്തുകൊണ്ട് അവരെ പ്രത്യേകമായി സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ തൊഴിൽ സ്ഥിരത, തൊഴിൽ തുടർച്ചയായി ലഭിക്കുന്നതിനും റെയിൽവേ തൊഴിലാളികളെ അംഗീകരിക്കപ്പെടുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നിരന്തരമായി നടത്തിയിരുന്നു.
അത് ചിലപ്പോൾ പോലീസുകാർ ഇടപെടും, ഞങ്ങൾ ഇടപെടും. അങ്ങനെ നിരന്തരമായിട്ട് അതായത് 21 എന്ന് പറയുന്നത് ഈ മസ്ട്രോള് പുതുക്കുന്നൊരു സമയമാണ്. ആ 21 ജോലിക്ക് വരുമ്പോൾ ജോലി ഉണ്ടായില്ല, സാങ്ഷൻ വന്നില്ല എന്നാണ്. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് കുറേശ്ശെ വെക്കും. അപ്പോൾ ഈ സമ്പ്രദായത്തിനെതിരായി ശക്തമായി തൊഴിലാളികൾ പ്രതികരിച്ചിരുന്നു. അതോടൊപ്പം DRU എന്നുള്ള നിലയിൽ ഞങ്ങളതിൻ്റെ നേതൃത്വം കൊടുത്തിരുന്നു, എംപ്ലോയീസ് CIT അഫിലിയേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. അങ്ങനെ നിരവധിയായ പ്രക്ഷോഭങ്ങൾ നടക്കുകയും അതിനിടയിൽ അവിടെ CIT ബന്ധപ്പെട്ട് CIT ഒന്നും രൂപീകരിച്ചിട്ടില്ല. CIT അനുഭാവികൾ 70-ലാണ് CIT രൂപീകരിക്കുന്നത്. അത് ഈ CIT അനുഭാവികൾ നേതൃത്വം കൊടുത്തിരുന്ന ആ സംഘടന എന്നുള്ള നിലയിൽ ഫേസിറ്റി അവിടെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ലേബർ യൂണിയൻ്റെ ഒരു സെക്രട്ടറി ആയിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്യാനുള്ള സന്ദർഭം ഉണ്ടായി. അപ്പോൾ ഇത് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഡെപ്യൂട്ടേഷനിൽ വന്ന് വർക്ക് ചെയ്ത സമയത്ത് ഈ പ്രശ്നം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് എന്നെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. 68-ലെ സമരം ഉദ്യോഗസ്ഥ സൂചനാപ്പിനോടക്കം ആ മേഖലയിൽ വളരെ ശക്തമായിരുന്നു. പിക്കറ്റിങ്ങൊക്കെ നടത്തി വേണ്ടി. അപ്പോൾ ആ തരത്തിലുള്ള സമരങ്ങളൊക്കെ വളരെ ശക്തമായി വന്നിരുന്നൊരു കാലഘട്ടത്തിൽ ഇതൊരവസരമായി കണ്ടിട്ട് എന്നെ അവിടെ നിന്ന് സേലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ സേലത്ത് വരുന്നു. സേലത്ത് വന്ന് സ്വാഭാവികമായിട്ടും ട്രെയിൻ ക്ലർക്ക് എന്നുള്ളത് യാർഡ് മാസ്റ്ററായിട്ട് പ്രൊമോഷൻ കിട്ടുന്നു. ആ പ്രൊമോഷൻ കിട്ടി പോസ്റ്റിംഗ് വരുമ്പോൾ ഈ നേരത്തെയുള്ള എൻ്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഉള്ള റെക്കോർഡ് പരിശോധിച്ചിട്ട് എനിക്ക് ആദ്യം എറണാകുളത്തേക്ക് ഇരുമനത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു അസിസ്റ്റൻറ്റ് യാർഡ് മാസ്റ്ററായിട്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് എന്നെ ഷൊർണൂരേക്ക് വിടുന്നു. അങ്ങനെയാണ് ഷൊർണൂർ വരാനിടയാകുന്നത്. അപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ പകവക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഷൊർണൂരേക്ക് വരാനിടയായത്. അല്ലെങ്കിൽ അന്ന് ഇരുമനത്തേക്ക് പോയി അവിടെ നിന്ന് അങ്ങനെ പോകേണ്ട ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് 70-ൽ ആണ് ഞാൻ വരുന്നത്. 70 ജൂലൈ മാസത്തോടുകൂടി ഇവിടെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ DRU പ്രവർത്തകനെ സ്വീകരിച്ചു. അതിനെ തുടർന്ന് DRUവിൻ്റെ സജീവ പ്രവർത്തനത്തിലേക്ക് വന്നു. ആദ്യം തന്നെ ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം അങ്ങനെ ഇവിടെ വരുന്ന കാലത്ത് ലോക്കോഷുണ്ട്. അന്ന് കരി എഞ്ചിനാണ്. അപ്പോൾ ആ 120ഓളം എഞ്ചിനുകൾ റിപ്പയർ ചെയ്തിരുന്ന 1000-ഓളം തൊഴിലാളികൾ നേരിട്ടും അതുപോലെ കാഷ്വൽ ലേബറായിട്ടും മറ്റും നിരവധി നൂറുകണക്കിന് ആളുകൾ വേറെയും വർക്ക് ചെയ്തിരുന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് ട്രാക്ക് പരിപാലനമായിട്ട് ബന്ധപ്പെട്ടും നൂറുകണക്കിന് കാഷ്വൽ ലേബർമാരും. അങ്ങനെ ഇവിടെ റെയിൽവേയുടെ ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ എല്ലാ തരത്തിലും വളരെ പ്രാമാണികത്വത്തിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനിവിടെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് DRUവിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇവിടെ ഈ കാഷ്വൽ ലേബർമാരുടെ പ്രശ്നത്തിൽ വളരെ സജീവമായി. അന്ന് കേരാവോ ഒക്കെയാണ് സമരരൂപമായിട്ട് വന്ന ഘട്ടമാണ്. അപ്പോൾ ആ രൂപത്തിൽ പലപ്പോഴും PWമാരെ ഈ ജോലി കിട്ടാത്തതുകൊണ്ട്, ജോലി താമസിപ്പിക്കുന്നതുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കേരാവോ ചെയ്യും. അതിലൊക്കെ ഇടപെട്ട് വളരെ സജീവമായൊരു പ്രവർത്തന രംഗത്ത് ആണ് ഞാൻ നിന്നത്. അതുപോലെ ഷെഡിലും നിരന്തരമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. തൊഴിലാളികൾ തന്നെ പലപ്പോഴും പ്രക്ഷോഭത്തിനും ടൂൾസ് ഡൗണിലും ഒക്കെ പോകാൻ നിർബന്ധിക്കപ്പെടും. ഉദ്യോഗസ്ഥന്മാരുടെ മോശമായിട്ടുള്ള പെരുമാറ്റം, അവരുടെ താൻപ്രമാണിത്വം, ശരിയായ അപരാധികൾ കേൾക്കാൻ തയ്യാറാകാതിരിക്കുക, ഏകപക്ഷീയമായിട്ട് ഇതിനൊക്കെതിരായിട്ട് ശക്തമായ പ്രതികരണമാണ് അന്ന് ഷൊർണൂരിലുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് 68-ലെ സമരം കഴിഞ്ഞ് ആ സമരം അടിച്ചമർത്തപ്പെട്ടെങ്കിലും അതിൽ ഉയർത്തിയിട്ടുള്ള ഒരു ദിവസത്തെ സൂചനാ പണിമുടക്കിൽ ആവശ്യപ്പെട്ടത് ആവശ്യാധിഷ്ഠിത മിനിമം വേതനം അത് നൽകുന്നത് സംബന്ധിച്ച് ആർബിട്രേഷൻ വേണമെന്നുള്ളതാണ്. അത് അംഗീകൃത സംഘടനകളുമായിട്ടുള്ള കരാറാണ്. അതുപോലും പാലിക്കാതെ അതിനെ അവഗണിച്ചപ്പോഴാണ് ഒരു ദിവസത്തെ സൂചനാ പണിമുടക്കെടുത്തത്. അത് റെയിൽവേയിൽ വലിയ ചലനങ്ങളുണ്ടാക്കി. 19 രക്തസാക്ഷികളെ സൃഷ്ടിച്ച റെയിൽവേയിൽ മാത്രം സൃഷ്ടിച്ച ഒരു പണിമുടക്കാണ്. അപ്പോൾ അതിനെ തുടർന്ന് അസംതൃപ്തി കൂടുതൽ രൂക്ഷമാക്കുകയാണ് ചെയ്തത്. ശമ്പളം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ശമ്പളമാണ് മറ്റെല്ലാ മേഖലയേക്കാളും. ഇവിടെ എന്ന് പറഞ്ഞാൽ
പിന്നെ അന്നത്തെ ശമ്പള സ്കെയിലെന്ന് പറയുന്നത് ഒരു ക്ലർക്കായിട്ട് 168 രൂപ കിട്ടുക, 110 സ്കെയിൽ. ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ 200 രൂപയാണ് എല്ലാം കൂടെ കിട്ടുക, 200-250 രൂപ. അപ്പോൾ അത് വിലക്കയറ്റവും ആ ഘട്ടത്തിൽ വളരെ കൂടിയ സമയമാണ്. ജീവിത പ്രയാസങ്ങൾ വളരെയധികം ഇതായിരുന്നു. അപ്പോൾ അന്ന് റണ്ണിങ് സ്റ്റാഫൊക്കെ ആണെങ്കിൽ അവർക്ക് വണ്ടിക്ക് വർക്ക് ചെയ്യാൻ പോകണ എത്ര ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. അപ്പോൾ വീട്ടിലേക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് വേണം അവർക്ക് പോകാൻ. അവർക്ക് ചിലവിന് പൈസ കരുതണം. ഇതൊക്കെ വട്ടിക്കാരെ ആശ്രയിച്ച് ചെയ്യേണ്ടുന്ന ഒരവസ്ഥയാണ്. ഇവിടെ ഒരുപാട് വട്ടിക്കാരുണ്ടായിരുന്നു, പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നവർ. അവരാണ് റെയിൽവേയിൽ ശമ്പളം വാങ്ങുമ്പോൾ ഒരു സൈന്യം 10, 50, 60 പേരൊക്കെ അവരുടെ കാഷ്യറുടെ അടുത്ത് ഇവരും ഉണ്ടാവും. ശമ്പളം വാങ്ങിയാൽ ഇവർക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അങ്ങനെ തൊഴിലാളികൾ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. പല റെയിൽവേ തൊഴിലാളികളും തങ്ങൾക്ക് അവധിയുള്ളപ്പോൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോയി അരി വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ജീവിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. അത്ര ഒരു ഇതിനൊക്കെതിരായിട്ടുള്ള രോഷം ഉയർന്നു വരുന്ന സന്ദർഭത്തിലാണ് 3ാം ശമ്പള കമ്മീഷൻ വരുന്നത്. അപ്പോൾ 3ാം ശമ്പള കമ്മീഷൻ ഇവരുടെ മിനിമം വേതനം കണക്കാക്കി 314 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്, എന്നാൽ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ബാധ്യത കണക്കിന് 185 മിനിമം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. സർക്കാർ പിന്നെ അത് 196 ഇത് തൊഴിലാളികളുടെ രോഷം ഇരട്ടിപ്പിച്ചു. അപ്പോൾ എല്ലാവരും വളരെ അസ്വസ്ഥരായിരുന്നു. ഒരുപാട് പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. ഈ സന്ദർഭത്തിലാണ് CIT രൂപീകരിച്ച് റെയിൽവേയിൽ ഒരുപാട് കാറ്റഗറിക്കൽ ഫയർമാൻ കൗൺസിൽ, അങ്ങനെ ഒരു വേറെ തങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, റിക്കഗ്നൈസ്ഡ് അംഗീകൃത യൂണിയനുകൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിച്ചത്. അഡ്മിനിസ്ട്രേഷനെ തുറന്നു തീർക്കാൻ തയ്യാറായില്ല. അങ്ങനെ അവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ DRU അംഗീകരിക്കപ്പെട്ടതല്ലെങ്കിലും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സജീവമായി എടുക്കുന്ന ഒരേ ഒരു സംഘടന എന്നുള്ള നിലയിൽ, അതുപോലെ ഈ ഫയർമാൻ കൗൺസിലൊക്കെ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ പണിമുടക്കുകൾ ഉൾപ്പെടെയുള്ള സമരങ്ങളെ സജീവമായി സഹായിക്കുകയും, അതുപോലെ തന്നെ റെയിൽവേ ജീവനക്കാർ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും കാഷ്വൽ ലേബർമാർ, ഏറ്റവും ചൂഷണം അനുഭവിക്കുന്നവർ എന്നുള്ള നിലയിൽ അവരെ സംഘടിപ്പിച്ച് സമരരംഗത്തിറങ്ങി ചെയ്യുന്നത് ഒരു വലിയ പ്രക്ഷുബ്ധമായൊരു അന്തരീക്ഷം റെയിൽവേയിൽ അന്ന് സൃഷ്ടിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് CIT രൂപീകൃതമായപ്പോൾ ഈ തൊഴിലാളി സംഘടനകളെയൊക്കെ കാറ്റഗറിക്കലും അല്ലാത്തതുമായിട്ടുള്ള സംഘടനകളെ ഒന്നിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. ദേശീയ തലത്തിലും അന്നത്തെ ഭരണകൂടത്തിനെതിരായി ഗവൺമെൻറ്റിനെതിരായി ശക്തമായ പ്രക്ഷോഭത്തിൻ്റെ ഒരു പാത മുന്നോട്ട് വെച്ചു. അപ്പോൾ ഗവൺമെൻറ് അതിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും തൊഴിലാളികളുടെ ഈ അനുഭവിക്കുന്ന ദുരിതം അതിനൊക്കെ അതീതമായി അവർ ഗവൺമെൻറ് ദേശീയ കൗൺസിൽ ഫോർ നാഷണൽ ട്രേഡ് യൂണിയൻ രൂപീകരിച്ചു, HMSI, TUC, INTUC. അപ്പോൾ CITU, UCTU എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഈ നിലപാടുകളോട് യോജിപ്പില്ലാത്ത അതിനെ സമരം ചെയ്യുന്ന എല്ലാ ശക്തികളെയും ഒന്നിപ്പിച്ചു. പക്ഷേ ഇതിന് കൂടുതൽ മേൽക്കൈ കിട്ടി. പല പ്രക്ഷോഭങ്ങളും വിലക്കയറ്റത്തിനെതിരെയും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉയർത്തി ഇതിനിടയിൽ നടത്തിയിരുന്നു. അപ്പോൾ മറ്റുള്ളവർ അപ്രസക്തമായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് റെയിൽവേ തൊഴിലാളി ഫെഡറേഷൻ, അഖിലേന്ത്യാ ഫെഡറേഷൻ ARF, അതിൻ്റെ പ്രസിഡൻ്റായി CIT അനുഭാവികളുടെ കൂടി പിന്തുണ കൂടി ഫെർണാണ്ടസ് വരുന്നു. അതൊരു പ്രത്യേക റെയിൽവേ തൊഴിലാളികളുടെ ഐക്യത്തിന് വേണ്ടി ഒരു ശ്രമം ഫെർണാണ്ടസ് പ്രത്യേകിച്ച് നടത്തി. ഫെർണാണ്ടസ് CIT ചേർന്ന UCTൻ്റെ അംഗമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളി ഐക്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുകയും 1974 ഫെബ്രുവരി 27 ഡൽഹിയിൽ ഒരു ഐക്യ സമ്മേളനം വിളിച്ചുകൂട്ടി NCCRS രൂപീകരിക്കുകയും ആ NCCRSൻ്റെ ആഭിമുഖ്യത്തിൽ മെയ് 8 മുതൽ പണിമുടക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഷൊർണൂർ പ്രദേശത്ത് പാലക്കാട് ഡിവിഷനാണെന്ന് DRUവിൻ്റെ എൻ്റെ ഒരു പ്രവർത്തനമായിരുന്നു. ഞാൻ തുടർന്ന് ഡിവിഷണൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ എറണാകുളം മുതൽ ഇവിടെ ജലാർപട്ട് വരെയും തൃച്ചി വരെയും മംഗലാപുരം വരെയുള്ള ആ മേഖലയിലെ തൊഴിലാളികളുടെ DRUവിൻ്റെ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായത്. അപ്പോൾ ഈ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള റെയിൽപാതയിൽ നടന്നു. അതുപോലെ നിരന്തരമായ ക്യാമ്പയിനുകളൊക്കെ നടത്തി നല്ലൊരു അന്തരീക്ഷം
സമരത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഷൊർണൂർ സമരം വളരെ ശക്തമായി നടന്ന സ്ഥലങ്ങളിലൊന്നാണ്. ഷെഡിൽ പരവൂർ റെയിൽവേ ഭൂപടത്തിൽ ഷൊർണൂർ സമര കേന്ദ്രം എന്ന നിലയ്ക്ക് റെയിൽവേ ഉദ്യോഗസ്ഥരെ ഒരു റെഡ് മാർക്ക് ചെയ്യപ്പെടുകയും അതിനോട് പ്രതികാര നടപടി ഇന്നും റെയിൽവേ സമര കേന്ദ്രം എന്ന് പറഞ്ഞാൽ റെയിൽവേയിൽ ആദ്യമായിട്ടുള്ള ഒരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. ആദ്യമായിട്ട് റെയിൽവേ ലൈൻ വന്നത് 1861 അതുപോലെ തന്നെ 1918 ഈ സൗത്ത് ഇന്ത്യൻ റെയിൽവേ ലേബർ യൂണിയൻ പിന്നീട് അനന്തനമ്പ്യാർ ലീഡർഷിപ്പ് വരുന്നത്. അത് നമ്മുടെ നാഗപട്ടണത്ത് രൂപീകരിച്ചു. അതിൻ്റെ ശാഖ ഇവിടെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. 1928 നടന്ന പണിമുടക്കിൽ ഷൊർണൂരിൽ നിന്ന് നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. പിരിച്ചുവിടലിനെതിരായിട്ട് ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ വലിയ പിരിച്ചു. അപ്പോൾ അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് ഇവിടെ തൊഴിലാളികളുടെ ഒരു സമരകേന്ദ്രമായിട്ട് വളരെ നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഭാഗമായി വന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കൂടി പ്രവർത്തിച്ച ഒരു സംഘടന എന്നുള്ള നിലയിൽ ദേശീയ നേതാക്കന്മാരടക്കം ഇവിടെ വരികയും അവരുടെയൊക്കെ ഒരു പ്രവർത്തന കേന്ദ്രമായിട്ട് ഇത് മാറിയിരുന്നു. അങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് 42 PP ഒക്കെ ഇവിടെ കോഴിക്കോട് ട്രാൻസ്ഫർ വന്ന് ഇവിടെ പാർട്ടി യൂണിറ്റ് തന്നെ രൂപീകരിക്കുന്നത്. റെയിൽവേ ജീവനക്കാർക്കിടയിൽ രഹസ്യമായിട്ടുള്ളൊരു പാർട്ടി യൂണിറ്റ്. അതുപോലെ സൗത്ത് ഇന്ത്യൻ റെയിൽവേ ലേബർ യൂണിയൻ്റെ നേതൃത്വം PP ഏറ്റെടുത്തു. അല്ലെങ്കിൽ ഇവിടെ ഈ മേഖലയിൽ കേരളത്തിലുള്ള അതിൻ്റെ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടു. 46 സമരം പരിപൂർണ വിജയമായിരുന്നു. 30 ദിവസം നീണ്ടുന്ന പണിമുടക്ക്. അത് റെയിൽവേക്ക് തന്നെ അത് ആവശ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് അംഗീകരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് 48 വന്ന് കൽക്കട്ട ഇതൊക്കെ ബന്ധപ്പെട്ട് ITCയിൽ ഒരു സമരത്തിന് തീരുമാനിച്ചു. ശമ്പള കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട അതൃപ്തിയുടെ സാഹചര്യത്തിലാണ് അഖിലേന്ത്യാ ഫെഡറേഷൻ അത് സമരത്തിൽ പിന്മാറിയെങ്കിലും സൗത്ത് ഇന്ത്യൻ റെയിൽവേ ലേബർ യൂണിയൻ ആ സമരത്തിൽ ഉറച്ചു നിന്നു. അപ്പോൾ ആ സമരത്തിന് മുമ്പ് തന്നെ യൂണിയനെ തന്നെ നിരോധിച്ചു. പണിമുടക്ക് നിരോധിക്കുക മാത്രമല്ല, യൂണിയൻ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യില്ലായി. അന്ന് PP ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഒളിവിൽ പോയി. ഒളിവിൽ പോയ സമയത്ത് അവരൊക്കെ തന്നെ പിരിച്ചുവിടപ്പെട്ടു. അതിനെ തുടർന്ന് അവരൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ സമയ പ്രവർത്തകരായി മാറുകയാണ് ചെയ്തത്. ആ ഘട്ടത്തിലും 50കളിൽ ഇവിടെ ഈ ഷൊർണൂരിലേറ്റവും പ്രധാനമന്ത്രിയൊക്കെ പണ്ഡിറ്റ് നെഹ്റുവൊക്കെ ഇവിടെ റെയിൽവേയിൽ ഗണേശ്വരി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലും റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുടെയും റെയിൽവേയുടെയും തൊഴിലാളി വിരുദ്ധ സമീപനത്തിനും അഴിമതിയും അവരുടെ ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായി ശക്തമായ സമരം നടന്നു. അങ്ങനെ ഒരു സമരം നടന്നതിൻ്റെ പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ഗണേശ്വരി ക്വാർട്ടേഴ്സിൻ്റെയൊക്കെ നിർമ്മാണമൊക്കെ ബന്ധപ്പെട്ട് നടത്തിയ അഴിമതി തുറന്നു കാണിച്ചതിന് അന്നത്തെ ഇവിടുത്തെ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ആയിരുന്ന OS ശ്രീനാഥിനെ ഒരു ഗൂഢാലോചന കേസിൽപ്പെടുത്തി കള്ളക്കേസ് ചുമത്തി. അതായത് വണ്ടിക്ക് മുമ്പിൽ അവരൊക്കെ ചേർന്നിട്ട് വലിയ കരിങ്കൽ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞൊരു കള്ളക്കേസ് ചുമത്തിയിട്ട് പിരിച്ചുവിട്ടു. ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നെ പിരിച്ചുവിട്ടു. എന്നിട്ട് അദ്ദേഹം അങ്ങനെ ഉള്ളൊരു ചരിത്രമുണ്ട്. അപ്പോൾ ഇന്നും 60 ആ കാലഘട്ടം നേരത്തെ മുതൽ തന്നെ ഇവിടെ ഒരു സമര കേന്ദ്രമാണ്. അതുകൊണ്ട് ശക്തമായ പ്രതികാര നടപടികൾ ഈ ഘട്ടത്തിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ശങ്കരാനന്ദൻ നായർ മുണ്ടായിലെ ശങ്കരാനന്ദൻ നായർ അങ്ങനെ പുറത്താക്കപ്പെട്ട ആളാണ്. അങ്ങനെ നിരവധി ആളുകൾ. നമ്മുടെ തെക്കേതിലെ നാരായണേട്ടൻ T. നാരായണൻ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് പാർട്ടി ഓഫീസ് T. നാരായണ സ്മാരകമായിട്ടാണ് പണിതത്. അവരൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് അന്ന് ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെ പുറത്തു പോയ ഒരു പാരമ്പര്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി 74 സമരം വെല്ലുവിളിച്ചായിരുന്നു. അതിൻ്റെ മിസ പ്രകാരം മെയ് 2 അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഇവിടെ പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയിരുന്ന പാപ്പള്ളി പത്മനാഭൻ നായർ ഏതാനും ദിവസം കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 34 ദിവസം ഞാൻ കിടന്നു. ഇവരൊക്കെ സമരം പിൻവലിച്ചപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വിട്ടെങ്കിലും ഞങ്ങൾ കുറേ പേരെ ജൂൺ 4 വിട്ടത് സമരം. അതിനിടയിൽ സർവീസിൽ പിരിച്ചുവിടുകയും ചെയ്തു. ഒരുപാട് പേരെ പിരിച്ചുവിട്ട കൂട്ടത്തിൽ. പിന്നെ 74 ഏപ്രിൽ കൂടി തിരിച്ചെടുത്തു. അന്ന്
അന്ന് ഞാൻ അത് 2 കൊല്ലം സർവീസിൽ നിന്ന് തരം താഴ്ത്തിക്കൊണ്ട് വീണ്ടും എന്നെ ട്രെയിൻ ക്ലർക്കായിട്ട് തിരിച്ചെടുത്ത് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ വീണ്ടും അത് കഴിഞ്ഞ് ഇവിടെ തന്നെ വന്നത് 2 കൊല്ലത്തോ ഏറെക്കുറെ 1.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് അവിടെ വന്നു. എന്നാലും സംഘടനാ പ്രവർത്തനം നമ്മൾ തുടർന്ന് പോന്നിരുന്നു. ഡിവിഷണൽ സെക്രട്ടറി പിന്നീട് അങ്ങനെ പോന്നിരുന്നു. അത് കഴിഞ്ഞ് 77 കഴിഞ്ഞാണ് പിന്നെ നമ്മൾ വൈസ് പ്രസിഡൻ്റ് സോണൽ ലെവലിലാകുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അന്ന് ഈ കാഷ്വൽ ലേബർമാരെ സമരത്തിൽ പങ്കെടുപ്പിക്കുമ്പോൾ അന്ന് ഞങ്ങളോട് അവർ ചോദിച്ച ഒരു ചോദ്യം, നിങ്ങളൊക്കെ റെയിൽവേ ജീവനക്കാർ തിരിച്ചു വന്നാലും ഞങ്ങൾ പുറത്തു പോയാൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ നിങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഞങ്ങൾ അകത്ത് കയറുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചു. കാരണം ഈ കാഷ്വൽ ലേബർമാരെ മുഴുവൻ പിരിച്ചുവിട്ടവർ ആദ്യം അവരെ ഒഴിവാക്കിയിട്ട് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ നമ്മൾ അത് തടഞ്ഞുകൊണ്ട് അവരെ തന്നെ എടുപ്പിക്കാൻ നിർബന്ധിച്ചു. ബാക്കി കുറേ പേരെ പിരിച്ചുവിട്ടവർ താൽക്കാലിക പദവി ലഭിച്ചിരുന്നതാണ്. റെയിൽവേയുടെ താൽക്കാലിക ജോലി എന്നുള്ള നിലയിലുള്ള അംഗീകാരം കിട്ടിയിരുന്ന കുറേ പേരുണ്ടായിരുന്നു. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് CPC എന്ന് പറയും. അവരെയൊക്കെ പിരിച്ചുവിട്ടത് കോടതി കേസ് പോയി വേഗം തന്നെ തിരിച്ചടിപ്പിക്കാൻ കഴിയും. അന്ന് ഹൈക്കോടതി കുറച്ചുകൂടെ തൊഴിലാളിക്ക് അനുകൂലമായിരുന്ന സുബ്രഹ്മണ്യം പറ്റിയൊക്കെ ഉണ്ടായിരുന്ന കാലമായതുകൊണ്ട് അവരെ വേഗം തിരിച്ചെടുത്തു. ഞങ്ങളെ തിരിച്ചെടുത്തത് വീണ്ടും അങ്ങനൊരു സംഭവം അതിനകത്ത് ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അത് ഒരുപക്ഷെ യാദൃച്ഛികമാണെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചു. തൊഴിലാളികളുടെ ഒരു വിശ്വാസം വർദ്ധിക്കുന്നതിനിടയ്ക്ക് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്ന 82-ൽ ഈ കരിയെഞ്ചിനൊക്കെ മാറ്റി ഡീസൽ എഞ്ചിൻ വരും. മാറ്റുന്നത് ആ സമയത്ത് അത് അന്ന് PP ഒക്കെ മുൻകൈ എടുത്ത് ഇവിടെ ഒരു ജനകീയ സമരം നടത്തി. അതുപോലെ ആ കാലഘട്ടത്തിൽ അതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ വരെ വന്നിരുന്ന വണ്ടികളൊക്കെ വഴിതിരിച്ചു വിടുകയാണ്. അതായത് ഈ വീക്ക്ലി ട്രെയിൻസ്. അപ്പോൾ അതെല്ലാം അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഇവിടെ വണ്ടികൾ കുറഞ്ഞു, റെയിൽവേ സ്റ്റേഷൻ്റെ പ്രാധാന്യം കുറഞ്ഞു. അപ്പോൾ അതിനെതിരായി ഒരു വലിയ ജനകീയ സമരം അന്ന് ഇവിടെ നടന്നിരുന്നു, എല്ലാ പാർട്ടിക്കാരും. അതിൽ നമ്മൾ നല്ല DRUം ഞാനും ഞങ്ങളൊക്കെ അതിനകത്ത് മുഖ്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഷെഡ് അടച്ചു പൂട്ടുന്ന സ്ഥിതി വന്നു. അന്ന് അതിനെതിരായിട്ട് ജനകീയ സമിതി ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് PP-യുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടി ഉള്ള പരിശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് കുറേ വണ്ടികളൊക്കെ തിരിച്ചു വന്നു. പിന്നെ അന്ന് വെച്ചൊരു നിർദ്ദേശമാണ് മലബാറിലെ ആക്ഷൻ കമ്മിറ്റിയും ഇവിടെ രൂപീകരിച്ച കമ്മിറ്റിയൊക്കെ മുന്നോട്ട് വെച്ചതാണ് കൊങ്കൺ റെയിൽവേ. കൊങ്കൺ റെയിൽവേ അനുവദിക്കാതിരിക്കുകയായിരുന്നു. അത് പിന്നെ 89-ൽ ഗവൺമെൻറ് ഇതിൽ കേന്ദ്രത്തിൽ ബദൽ ഗവൺമെൻറ് വന്നപ്പോൾ അത് കുറേ കാലം സാധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ചരിത്രം ഇതിൻ്റെ ഇടയിലുണ്ട്. അതെ നഞ്ചങ്കോട് അത് അന്ന് തന്നെ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നമാണ്. അത് സർവേകളും ഒരുപാട് സർവേകൾ നടന്നു, പിന്നെ റീസർവേ നടന്നു. അതിനി അനുവദിക്കപ്പെടാതിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഏറ്റവും റെയിൽവേ സംബന്ധിച്ച് ഷൊർണൂരിൻ്റെ വികസനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ലൈനാണ് നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽ. അത് സാധിക്കുക എന്നുള്ളത് ഇനിയും പ്രായോഗികമായിട്ടില്ല. അപ്പോൾ ഈ ഷെഡിന് എതിരായിട്ടുള്ള പ്രചരണം പ്രക്ഷോഭം അതെല്ലാ സംഘടനകളെയും ഒന്ന് ചേർത്ത് നടത്തുന്നതിൽ വളരെ നമുക്ക് നല്ല ഒരു മൂവ്മെൻ്റായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഷെഡ് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിലും ആ തൊഴിലാളികളെ സംരക്ഷിക്കും. അതെ. പിന്നെ അതിന് പകരം ഡീസൽ ഷെഡ് അനുവദിക്കണം. പിന്നെ ഇപ്പോൾ ഇലക്ട്രിക്കൽ ഷെഡ് അനുവദിക്കണം. ഇത് അനുവദിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെയും പ്രക്ഷോഭങ്ങളുടെയും നിവേദനങ്ങളുടെയൊക്കെ ഫലമായി 2012 ഇതേ റെയിൽവേ ബോർഡ് ഇന്ത്യയിലൊട്ടാകെ 4 ഈ ഇലക്ട്രിക് ലോക്കോ ഷെഡ് സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചതിൽ 1 ഷൊർണൂരായിരുന്നു. പക്ഷേ അത് ഉദ്യോഗസ്ഥന്മാരിവിടെ വന്ന് അതിനെ സംബന്ധിച്ച് അന്വേഷണമൊക്കെ നടത്തിയിട്ട് ഇവിടെ അതിന് ചില അസൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് സാങ്കേതികത്വം പറഞ്ഞ് അത് ഇവിടുത്തെ മറ്റൊരു ഡിമാൻഡായിരുന്നു ട്രയാങ്കുലർ സ്റ്റേഷൻ. ഇത് രണ്ടും ഈ പറഞ്ഞ മാതിരി സാങ്കേതികത്വ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് അത് അനുവദിക്കാതിരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്.
ഇത് രണ്ടും ഷൊർണൂരിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമാണ്. ട്രയാങ്കുലർ സ്റ്റേഷൻ, ഇവിടെ ഒരു ലോക്കോ ഷെഡ്, അതുപോലെ തന്നെ ഈ നിലമ്പൂർ നഞ്ചങ്കോട് പാത, ഇത് മൂന്നും അനുവദിച്ചിരുന്നു. പക്ഷെ അത് നടപ്പായില്ല. അത് ഇപ്പോൾ ഷൊർണൂരിൻ്റെ ശബ്ദം ഇപ്പോൾ സാർ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ട്രേഡ് യൂണിയൻ സമരം, പ്രക്ഷോഭങ്ങൾ, അറസ്റ്റ്, പക്ഷെ ഇപ്പോൾ ഷൊർണൂരിൽ ഒരുപാട് വണ്ടികൾ നമ്മുടെ ഭാരതപ്പള്ളി ലിങ്കിൽ വഴി തിരിച്ചു വിട്ടു. ഷൊർണൂരിൻ്റെ ചെറുകരിയുന്ന തരത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട വണ്ടികളൊക്കെ പോയി. ഷൊർണൂർ മെല്ലെ മെല്ലെ പടിയിറങ്ങാണ് പ്രധാനത്തിൻ്റെ. എന്താണ് ഷൊർണൂരിന് ശബ്ദിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഒരു നിശബ്ദത? ട്രേഡ് യൂണിയനായാലും സംഘടന, രാഷ്ട്രീയ പാർട്ടികൾ, ജനപ്രതിനിധികളൊക്കെ ഷൊർണൂരിന് വേണ്ടി പറയാനും വാദിക്കാനും ഒരു ശബ്ദത്തിൻ്റെ കുറവുണ്ടോ? തീർച്ചയായിട്ടും അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു പിന്നോട്ടടിയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം വളരെ നീണ്ട ഷൊർണൂരിൻ്റെ അവഗണനയ്ക്കെതിരായിട്ട് വളരെ ശക്തമായ, വളരെ നീണ്ട ഒരു പ്രചരണ പ്രക്ഷോഭവും ഇതിൽ നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങളന്ന് ഉണ്ണികൃഷ്ണൻ ഇടയ്ക്ക് ഉപരിതല മന്ത്രിയായിരുന്നപ്പോൾ അതെ ഞങ്ങൾ നേരിട്ട് പോയി വിചാരണ നടത്തി. ഞങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഈ ട്രയാങ്കുലർ സ്റ്റേഷൻ്റെ കാര്യത്തിൽ തന്നെ. ഞങ്ങൾക്കത് നല്ല പരിചയമുള്ള. അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ഒരു പ്രതികരണം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. എം പിമാരും ഒക്കെ തന്നെ ഇടപെട്ടെങ്കിലും അന്ന് നമുക്കറിയാം ഇവിടെ അതിൻ്റെ ഒരു പ്രതികരണമായിരുന്നു. KR നാരായണൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യം MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആദ്യം ഇവിടെ ഈ ട്രയാങ്കുലർ സ്റ്റേഷൻ എന്നുള്ള ഡിമാൻഡ് ശക്തമായി നിൽക്കുന്ന കാലമാണ്. അപ്പോൾ അതിനൊരു ബദലായിട്ട് ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിപ്പിച്ച് ഭാരതപ്പുഴ സ്റ്റേഷൻ, അതുകൊണ്ട് പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ വലിയ ഉദാഹരണം. പക്ഷെ അത് ക്രമേണ അതൊരു ഹൈവാഷായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ബോധ്യപ്പെടുന്നത്. അന്ന് ഒരു ഈസ്റ്റ് വെസ്റ്റ് റെയിൽവേ പറയുന്ന പദ്ധതിക്ക് ഇപ്പോൾ അനുകൂലമല്ലേ? കാരണം ഷൊർണൂർ വരാതെ പോകുന്ന പാലക്കാട് കോയമ്പത്തൂർ ഭാഗത്തുള്ള ട്രെയിനുകളുണ്ട്, 25 ട്രെയിനുകളുണ്ട്. അത് അങ്ങനെയുള്ളൊരു പദ്ധതി. അതിനേക്കാൾ സത്യം പറഞ്ഞാൽ അത് ഈ ഷൊർണൂരിനെ സംബന്ധിച്ച് അവിടുത്തെ ടോപ്പോഗ്രാഫിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഇതൊരു അങ്ങനെ വണ്ടി നിർത്തണമെങ്കിൽ ഒരുപാട് അനുബന്ധ സൗകര്യങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതിനൊക്കെയുള്ള മുതൽ മുടക്കും അതിൻ്റേതായിട്ടുള്ള സാധ്യതയൊക്കെ വളരെ. അതേസമയത്ത് ഇവിടെ ട്രയാങ്കുലർ സ്റ്റേഷൻ ആണെങ്കിൽ യാതൊരു ഇപ്പോൾ പറയുന്നത് സാങ്കേതിക വിദ്യയൊക്കെ മറികടക്കാനുള്ളതേ ഉള്ളൂ. ഇപ്പം തന്നെ സ്റ്റേഷൻ ഉണ്ടല്ലോ. പരിമിതി പറയുന്നത് ഇപ്പം മുമ്പ് 16-14 കോടികളുള്ള, അതെ അതെ, 22, 24 ഉണ്ട്. അങ്ങനെ വണ്ടി നിർത്താൻ തരത്തിൽ ഇപ്പോൾ അവിടുത്തെ ലെങ്ത്. അതെ, അല്ല ആ ഇത് തന്നെ ഇതേ ലൈനിൽ തന്നെ ഇപ്പോൾ പറയുന്ന നമ്മൾ പറയുന്നത് ട്രയാങ്കുലർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ലൈനാണല്ലോ. ആ ലൈനിപ്പോൾ ഈ പറഞ്ഞ ഭാരതപ്പുഴയിൽ നിർത്തിയാലും ട്രാൻസ്പോർട്ട് സൗകര്യം ഏർപ്പെടുത്തിയാൽ മതി. ഞാനിപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നതിന് എതിരാണെന്നുള്ളതല്ല. പക്ഷേ ഷൊർണൂർ ഒരു സ്റ്റേഷനിൽ വരുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ വരുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് ഭീമമായിട്ടുള്ള ചിലവും അതിന് കൂടുതൽ ഭൂമി ആവശ്യമുള്ള സംഗതിയാണ്. ഉണ്ട് റോഡുണ്ട്. അല്ല ഭാരതപ്പുഴ അങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ട് സാറ്റലൈറ്റ് സ്റ്റേഷനായിട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്യാം. അത് തെറ്റൊന്നുമല്ല. അതിപ്പോൾ നമ്മൾ ആരും എതിരല്ല. അപ്പോൾ ആ നിലയിലാണ് ഭാരതപ്പുഴ അതിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്. ആദ്യം ഐലൻഡ് എക്സ്പ്രസ് അവിടെ നിർത്തിയിരുന്നു, പിന്നെ അതുണ്ടായിട്ടില്ല. അപ്പോൾ അത് ഷൊർണൂരെ സംബന്ധിച്ചിടത്തോളമുള്ള റെയിൽവേ ഭൂമി ഏതാണ്ട് 150 ഏക്കർ അധികം സ്ഥലമുണ്ട് ഇവിടെ. ഇത് അതുപോലെ ഇവിടുത്തെയുള്ള അടിസ്ഥാന സൗകര്യം, ഷെഡ്, അതുപോലെയുള്ള വാട്ടറിങ്ങിനുള്ള സൗകര്യങ്ങൾ, പൈപ്പ് ലൈനുകൾ, അതുപോലെയുള്ള ക്വാർട്ടേഴ്സുകളൊക്കെ ഇപ്പോൾ നശിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ പാഴായി ഇട്ടിട്ട് ഇത് പല രൂപത്തിൽ ഉന്നയിക്കാം. നമ്മളൊക്കെ നിർദ്ദേശം വെച്ചിട്ടുള്ളതാണ്. ഇതൊരു ട്രെയിൻ ഓപ്പറേറ്റിംഗ് സ്റ്റേഷനാക്കി മാറ്റാം, വർക്ക്ഷോപ്പ് കൊണ്ടുവരാം, അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഷെഡുണ്ട്, ലൈനുകളുണ്ട്, വേറൊന്നും വേണ്ട. ഇതൊക്കെ മെച്ചപ്പെടുത്തി എടുക്കേ വേണ്ടൂ. അപ്പോൾ അത് ചെയ്യാമെന്ന് പറയുന്നത് അതിലേക്കൊരു കേന്ദ്രീകരണം ഇത് റെയിൽവേ മന്ത്രി തലത്തിലോ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തലത്തിലോ അതിലൊരു ശ്രദ്ധ ഉണ്ടാകണം. അപ്പോൾ അത് രാജപാല വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു. അതിവിടെ വന്ന് ഇൻസ്പെക്ഷനൊക്കെ നടത്തി.
അതാണ് ബൾബ് ലൈനൊരു ബദൽ നിർദ്ദേശമായിട്ട് വന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിൻ്റെ ഒരു അനുകൂല പ്രതികരണം ഇതിലുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയായി ഈ പ്രശ്നം. നടക്കുന്ന 27 കോടി രൂപയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ പദ്ധതി അത് എത്രത്തോളം എങ്ങനെയാണ് കാണുന്നതിനെ നോക്കി കാണുന്നത്? അത് ഈ അമ്യൂണിറ്റി ഇപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാകുന്നതിന് നല്ല കാര്യം തന്നെ. പക്ഷേ അതേ സമയത്ത് തന്നെ അതോടൊപ്പം ഈ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കണം. അകത്തുള്ള ഇപ്പോൾ ഈ ഈ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ കുറേ സൗകര്യങ്ങൾ വരുന്നുണ്ടെന്ന് നല്ല കാര്യം തന്നെ. പക്ഷേ എന്നിരുന്നാലും ഈ ജീവനക്കാരുടെ എണ്ണത്തിൽ വർധനവ് വരണം. പിന്നെ സാധാരണ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. ഇപ്പോൾ ഈ അമ്യൂണിറ്റി വർദ്ധിപ്പിച്ച് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലാം AC വെയിറ്റിംഗ് റൂം ആക്കുകയാണ് അകത്തുള്ളത്. അപ്പോൾ ഈ AC വെയിറ്റിംഗ് റൂം എന്ന് പറഞ്ഞാൽ ഒരാൾ ടിക്കറ്റ് എടുക്കുന്ന ഒരാൾ 30 രൂപ കൊടുക്കണം 1 മണിക്കൂറിന്. 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വൈകിക്കഴിഞ്ഞാൽ കൂടുതൽ കൊടുക്കണം. ഇത് സാധാരണ യാത്രക്കാർക്ക് അഫോർഡബിൾ അല്ല, അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേക സൗകര്യം ഇതുകൊണ്ട് ലഭിക്കുന്നില്ല. നേരെ മറിച്ച് ഉന്നത ക്ലാസ്സുകളിൽ യാത്ര ചെയ്യുന്നവർക്കുള്ള സൗകര്യം മാത്രമാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള നയങ്ങൾ നടപ്പാക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ യഥാർത്ഥ ഗുണം സാധാരണ യാത്രക്കാർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ യാത്രക്കാർക്കുള്ള വെയിറ്റിംഗ് റൂമും കാര്യമൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ വരണം. അത് കാര്യമായിട്ടുണ്ടാകുന്നില്ല. പിന്നെ അതുപോലെ ഇവിടുത്തെ കൂടുതൽ വണ്ടികൾ വന്നു പോകാനുള്ള സൗകര്യം വേണം. പിന്നെന്താ, ഷെഡിലുള്ള എത്രയോ ലൈനുകൾ വെറുതെ കിടക്കുന്നു. ഇപ്പോഴും ഓരോ കോച്ച് മാത്രമേ ഇവിടെ റിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ ചുരുങ്ങിയ ചിലവിൽ ഇവിടെ ഒരു പിറ്റ് ലൈനുകൾ ഏർപ്പെടുത്തിയാൽ, നേരത്തെ അതിനെ സംബന്ധിച്ച് സംസാരം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് പാസഞ്ചർ റേക്ക് മാത്രം കൈകാര്യം ചെയ്യാനുള്ളൊരു വകുപ്പാണ് നിലമ്പൂർ റേക്ക്. ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഈ ഭൂമിയും സൗകര്യങ്ങളും ഇപ്പോൾ ലഭ്യമായിട്ടുള്ള, അപ്പോൾ നമുക്ക് പമ്പിങ് സ്റ്റേഷനുണ്ട്, വെള്ളം ഇഷ്ടം പോലെ ഭാരതപ്പുഴയിൽ നിന്ന് കൊണ്ടുവരാം. അതുപോലെ മറ്റെല്ലാ സൗകര്യങ്ങളും, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പാഴാക്കിയിട്ടിട്ട് വേറെ ഒന്ന് ഡെവലപ്പ് ചെയ്തെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നേരെ മറിച്ച് ഇവിടെ തന്നെ ഈ സൗകര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അതുപോലെ ഇവിടെ നിന്ന് ദീർഘദൂര ട്രെയിനുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം, ഒരു ടെർമിനലായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം. പഴയ ഗുഡ്സ് ട്രെയിനിൻ്റെ ലൈനുകൾ കിടക്കുന്നു, 17 ലൈനുകൾ ഉണ്ടായിരുന്ന യാർഡാണ്. ഇതെല്ലാം ഫലപ്രദമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രയോജനപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഷൊർണൂരിനെ സംബന്ധിച്ചുള്ള പ്രധാനമായിട്ടുള്ള പോരായ്മ. അതെ, കടേശ്ശേരിയിൽ സ്ഥാപിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ ശക്തമായിട്ട് ശബ്ദം ഉയരേണ്ടതിരിക്കുന്നു. അത് സ്ഥലത്തെ MP ഒക്കെ കുറച്ചുകൂടെ അതിനകത്ത് താല്പര്യമെടുത്ത് മുൻകൈ എടുത്ത് ചെയ്യേണ്ടതാണ്. ഷൊർണൂരിൻ്റെ ഒരു പാരമ്പര്യം അറിയുന്നവർക്കും ചരിത്രം അറിയുന്നവർക്കും ഷൊർണൂരിന് റെയിൽവേ മാറ്റി നിർത്തിക്കൊണ്ടൊരു വികസനം സാധ്യമല്ല. നഗരമാണ്, റെയിൽവേ നഗരമാണ്, റെയിൽവേ ആയിട്ട് വികസിപ്പിച്ചു വന്നതാണ്. ആ ഇത് തന്നെ റെയിൽവേ ആയിട്ട് തന്നെ ഇന്ന് അതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് രക്ഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയൊക്കെ കേന്ദ്ര ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ഏറ്റെടുത്ത് വേറെ വികസനം, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇത്രയും ഈ കാര്യത്തിൽ ജനപ്രതിനിധികളും നമ്മൾ MLA ഒക്കെ വന്ന് സന്ദർശിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. സ്റ്റേറ്റ് അസംബ്ലിയിലൊരു പ്രമേയമായിട്ട് അവതരിപ്പിച്ചിരുന്നു. നിരന്തരമായിട്ടത് ബന്ധപ്പെടലുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് MP ഒക്കെ തന്നെ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഈ കാര്യത്തിലൊരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കേരള ഗവൺമെൻറ്റിൻ്റെ കൂടി പരിപൂർണമായ പങ്കാളിത്തത്തോടു കൂടി ഇത് ആവിഷ്കരിച്ച് നടപ്പാക്കാൻ വേണ്ടി ഉള്ള പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഇവിടെ നടന്നിട്ടുള്ള ഈ സ്റ്റീം, അതായത് കരിവണ്ടി മാറ്റി മറ്റേത് വരുമ്പം ജീവനക്കാർക്കുണ്ടായ പ്രശ്നങ്ങൾ വളരെ സജീവമായി കൈകാര്യം ചെയ്ത ഒരു സ്റ്റേഷനാണ്. അതിന് പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അഭിമാനപൂർവ്വമായിട്ട് കാണുന്നു. അന്നത്തെ ഇവിടെ വർക്ക് ചെയ്തിരുന്ന സ്റ്റാഫ് കൂടുതൽ ആൾക്കാരെയും റണ്ണിങ് സ്റ്റാഫാക്കി മാറ്റാൻ കഴിഞ്ഞത് ഇവിടെ നടത്തിയിട്ടുള്ള തൊഴിലാളികൾ കൂട്ടായിട്ട് നടത്തിയിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെയും കൂടി ഭാഗമാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വീണ്ടും ഒരു പ്രതികാര നടപടിക്ക് 88-ൽ എന്നെ പിരിച്ചുവിടുന്നതിന് ഇടയാക്കിയ സംഭവം. കാരണം അന്ന് ഈ ഷെഡിൽ ഇവിടെ നടത്തുമ്പോൾ, ഈ തൊഴിലാളികളുടെ പ്രശ്നം ഉയർത്തിയിട്ട് ഇവിടെ പ്രക്ഷോഭം നടത്തുമ്പോൾ
അത് ശ്രദ്ധിക്കാൻ ഇവിടുത്തെ ഡിവിഷണൽ അധികാരികൾ തയ്യാറാകാതെ അവർ നിലമ്പൂർ ഒരു ഉല്ലാസയാത്രയ്ക്ക് അവരെല്ലാവരും കൂടി പോവുകയും 2 ദിവസം അവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്തപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ, പ്രത്യേകിച്ചും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം വന്നു. ആ നിലയിൽ ഉള്ള പൊതുയോഗങ്ങളിലൊക്കെ അത് ഇത് ചെയ്യുന്നതിൻ്റെ പേരിൽ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയ പകയാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു ചെറിയ സംഭവം ഉണ്ടായതിനെ പ്രതികരിച്ച് ഒരു സംഭവം ഉണ്ടാകാത്തതാണ്. ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ കണ്ണൂരിൽ അപകടത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് 2 പേർക്ക് IOD കൊടുക്കണം, അവരുടെ പേരൻറ് സ്റ്റേഷനുള്ളത്. അത് ചെന്നപ്പോൾ അയാളോട് മോശമായി പെരുമാറിയെന്ന് ഉള്ളൊരു പരാതി കിട്ടിയപ്പോൾ ഞാനും കർത്താവും കൂടി അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിക്കാൻ പോയി, പ്ലാറ്റ്ഫോമിൽ വെച്ച് ചോദിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് 2 പേർക്കും ചാർജ് ഷീറ്റ് തന്ന് ഞങ്ങളെ പിരിച്ചുവിടുന്നതിന് ഇടയാക്കിയ സംഭവം. സമരത്തിൻ്റെ ബാക്കിപത്രമായിട്ടാണ്. കാരണം അതിനിടയിൽ DRO ഇവിടെ ഇൻസ്പെക്ഷൻ നടത്തി, ഞാനിവിടെ യാർഡ് മാസ്റ്റർ, ചീഫ് യാർഡ് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. നടത്തിയപ്പോൾ എൻ്റെ ഡ്യൂട്ടി സംബന്ധമായിട്ടൊരു പരാതിയും പറയാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുന്നപ്പോൾ ഈ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ അന്നത്തെ സ്റ്റേഷൻ മാസ്റ്ററിൽ നിന്ന് ഒരു മെസ്സേജ് വാങ്ങിക്കൊണ്ട് ഇവിടെ 2 ദിവസം വലിയൊരു എൻക്വയറി പ്രകടനമൊക്കെ നടത്തി. ഒരു കാര്യം സംഭവിക്കാത്തതാണ്. അവരുടെ ഈ ചാർജ് ഷീറ്റ് അതിനെ സംബന്ധിച്ച് തെളിവെടുപ്പ് നടത്തിയ ഇതിൽ തന്നെ പറയുന്നത് അവർ ഈ അസോൾട്ട് എന്ന് പറഞ്ഞിട്ട് അത് വെർബൽ അസോൾട്ടും ആകാം, അതായത് ശക്തമായി ഒരാളോട് വാദിക്കുന്നതും അവരോട് പറയുന്നതും മതപ്രതിവാദം നടത്തുന്നതും അസോൾട്ടാകാമെന്ന് ലേണേഴ്സ് ഡിക്ഷണറിയിൽ ഒരു മീനിങ് ഉണ്ട് എന്ന് പറഞ്ഞ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും ഇയാളെ അവരോട് മോശമായി പെരുമാറി അസോൾട്ട് ചെയ്തു ആയിട്ടാണ് വരുന്നത്. അത് പിന്നെ നമ്മൾ തരത്തിലായിട്ട് പ്രശ്നം. ഇന്ന് റെയിൽവേ രംഗത്ത് നമ്മുടെ ജീവനക്കാരും തൊഴിലാളി സംഘടനകളും അവരൊക്കെ അനുഭവിക്കുന്ന നല്ല ഒരു തീക്ഷ്ണമായ സമരത്തിൻ്റെ ഒരു ആനുകൂല്യങ്ങളല്ലേ ഇന്നൊക്കെ അനുഭവിക്കുന്നത്? തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞല്ലോ, 60കളിൽ റെയിൽവേ ജീവനക്കാർ നടത്തിയിട്ടുള്ള പോരാട്ടം, അത് DRE ഉൾപ്പെടെ, അതുപോലെ ഫയർമാൻ കൗൺസിൽ തൊട്ട് തുടങ്ങി വിവിധ വിഭാഗം ജീവനക്കാർ സ്വന്തം സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് തങ്ങളുടേതായ പ്രശ്നങ്ങളും പൊതുപ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ട് പ്രക്ഷോഭരംഗത്ത് വന്നത്. അതിനെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് 74 നടന്നിട്ടുള്ള ഐതിഹാസികമായ റെയിൽവേ സമരം, ആ സമരത്തെ അടിച്ചമർത്തിയെങ്കിലും അതിൽ നിന്ന് ഭരണാധികാരി കേന്ദ്ര ഗവൺമെൻറ്റിന് ഭരണവർഗത്തിനും ഒരു വലിയ മെസ്സേജ് കിട്ടി. ഈ തൊഴിലാളികൾ അസംതൃപ്തരാണ്, ഇത് ഒതുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തുടർന്ന് വന്ന അന്ന് റെയിൽവേ ജീവനക്കാർ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ശമ്പളം വളരെ തുച്ഛം, പ്രൊമോഷനില്ല, കയറുന്ന ഗ്രേഡിൽ തന്നെ റിട്ടയർ ചെയ്യണം. ഒരു സ്റ്റേഷൻ മാസ്റ്ററായിട്ട് കയറിയാൽ അതേ സ്റ്റേഷൻ മാസ്റ്റർ എന്നുള്ള നിലയിൽ തന്നെ റിട്ടയർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയാണ്. അത് മാറ്റം വരുത്തി പിന്നെ 74 സമരത്തിന് ശേഷം 77 ഗവൺമെൻറ് അന്നത്തെ ബോണസ് ഒരു പ്രധാന ആവശ്യമാണ്. റെയിൽവേ തൊഴിലാളികൾക്ക് ബോണസില്ല. അപ്പോൾ ആ ബോണസ് സ്ഥാപിച്ചത് 79 ചലച്ചിത്ര കിട്ടുന്നു. അപ്പോൾ അത് കിട്ടുന്നു. അതുപോലെ തന്നെ ശമ്പളഘടനയിൽ മാറ്റം വന്നു. അന്നത്തെ ഈ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ 340 രൂപ കിട്ടിയപ്പോൾ ഇവിടെ 196 കൊടുത്തിരുന്നു. അത് മാറി 4ാം ശമ്പള കമ്മീഷൻ, അത് കഴിഞ്ഞ് 5ാം ശമ്പള കമ്മീഷൻ വന്നപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലോടുകൂടി ജീവനക്കാരെ ആവശ്യപ്പെട്ട് 40% ശമ്പള വർധന പെൻഷൻ ഇത് ഉയർത്തി. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വന്നു. അന്നത്തെ പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് PF ആയിരുന്നു. പിന്നെ അത് പെൻഷനായെങ്കിൽ നാമമാത്രമാണ്, ഫാമിലിക്ക് ആനുകൂല്യമില്ല. അതെല്ലാം മാറ്റി ഇന്ന് റെയിൽവേ ജീവനക്കാർക്ക് സമൂഹത്തിൽ മറ്റ് വിഭാഗങ്ങളോട് താരതമ്യം ചെയ്യാവുന്ന രൂപത്തിൽ ശമ്പളഘടന കിട്ടി, നല്ല ശമ്പള പരിഷ്കരണം കിട്ടി. അതുപോലെ തന്നെ 3 പ്രൊമോഷൻ ഉറപ്പ് നൽകപ്പെട്ടു. ഗ്രേഡ് ഓരോ മേഖലയിലും വന്നു. സാമ്പത്തികമായിട്ട് അവരേറെ മെച്ചപ്പെട്ടു. അതിനിടയാക്കിയത് ഈ 74 സമരം എന്ന് പറഞ്ഞാൽ ഒരൊറ്റപ്പെട്ട സമരമല്ല, അത് തുടർച്ചയാണ്. തൊഴിലാളികളുടെ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു തുടർച്ചയാണ്. എല്ലാ കാഷ്വൽ ലേബർമാരും സ്ഥിരപ്പെടുത്തപ്പെട്ടു. ഇപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഈ സംസാരത്തിൽ പറഞ്ഞു തരാത്ത അത്ര ഓർമ്മകളും സമരത്തിൻ്റെ തീക്ഷ്ണമായ അധ്യായങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു പുസ്തകമാക്കണമെന്ന് നമ്മളൊരിക്കലും അല്ലേ ഒരു പേരിട്ടിരുന്നു, കരിവരുടെ ജീവിതം. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ഒരു പുസ്തകമായിട്ട് അത്
നോക്കാം, അത് നമുക്ക് ശ്രമിക്കാം. അതെന്തായാലും ഞാനൊരു ഒരുപാട് അനുഭവമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കാഷ്യൽ ലേബർമാരൊക്കെ സ്ഥിരപ്പെടുത്തപ്പെട്ടു ഒരാളും. പക്ഷേ പിന്നീട് അവർ പുതിയ ചൂഷണമുറ കൊണ്ടു, കോൺട്രാക്ട് ലേബർ. ഇപ്പോൾ നമ്മൾ കോൺട്രാക്ട് ലേബർമാരെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്ററിങ്ങിലായാലും ഇപ്പോഴും ഈ റെയിൽവേ വിഷയത്തിലൊക്കെ നമ്മൾ കഴിയാവുന്ന രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രതികരിക്കുന്നുണ്ട്. കോൺട്രാക്ട് ലേബർ മറ്റ് സംഘടനാ പ്രവർത്തനം DRUവിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഭാരവാഹിത്വത്തിൽ അപകടങ്ങളിൽ സംഭവിക്കുന്ന വീഴ്ചകൾ എന്താണെന്ന് തുറന്നു കാണിക്കുന്നുണ്ട്. അതെ, കഴിയുന്നത്ര നമ്മളെ ഒരു ജീവിതം അതിനകത്ത് രൂപപ്പെടുത്തിയാണല്ലോ. അപ്പോൾ അതിലുള്ള അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പം അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ സംഭവമുണ്ട്. നമ്മുടെ ഇവിടെ തിരിമേശ എന്ന് പറയുന്ന കരിവണ്ടികളുടെ കാലത്ത് ഒരു എഞ്ചിൻ വന്നിട്ട് ഒരു ടേബിളിൽ തിരിയുന്നത്, അതായത് ടേൺ ടേബിൾ അത് അന്ന് എഞ്ചിനുകൾ ഡയറക്ഷൻ മാറ്റണമെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള എഞ്ചിൻ ഇപ്പോൾ ഈറോഡിൽ നിന്ന് വരുന്ന എഞ്ചിൻ മുമ്പിലായിരിക്കും. അത് കരി ടാങ്കാണ് ഇപ്പുറത്ത്. കരി ടാങ്ക് മുമ്പിൽ വന്നാൽ പറ്റില്ല. അപ്പോൾ ആ കരി ടാങ്ക് നിർത്തി മറ്റേ എഞ്ചിൻ ഭാഗം മുമ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് ഷെഡിലുള്ള ടേബിൾ തിരിച്ചിട്ട് അത് മാനുവലായിട്ട് നമ്മൾ തിരിക്കണം. അത് തിരിച്ചു വന്നപ്പോൾ ഡയറക്ഷൻ മാറ്റും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഉണ്ടായിരുന്നു എല്ലാവരും. ഒരു വലിയ റെയിൽവേ കേന്ദ്രമല്ലേ. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം അങ്ങനെ ഒരു ഇത് വരുന്നില്ല. അതെ അതെ അല്ല, ഷൊർണൂർ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ മാറ്റങ്ങളുടെയും ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നല്ലോ. അത് ഇപ്പോൾ ഇവിടെ മീറ്റർ ഗേജ് ലൈനായിരുന്നു, പിന്നെ അത് മാറി ഇതായി. നിലമ്പൂർ ലൈൻ മീറ്റർ ഗേജ് ആയിരുന്നു, അത് മാറ്റി ഒരിക്കൽ അത് പൊളിച്ചു കളഞ്ഞു യുദ്ധകാലത്ത്. പിന്നീട് അത് പുനർനിർമ്മിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്രം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം 1861 മുതൽ ഷൊർണൂരിൻ്റെ റെയിൽവേ ചരിത്രം തുടങ്ങുന്നു. അതിന്നും തുടരുകയാണ്. ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, പുരോഗതി ഉണ്ടാകേണ്ടതുണ്ട്. തുടരാം. ഞാൻ ഇവിടെ ഷൊർണൂർ വന്നു. ഷൊർണൂരിൻ്റെ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇവിടെ നമ്മുടെ സഹാക്കൾ തന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായ PP ആണ് അതിൻ്റെ കാരണക്കാരൻ. PP മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ തന്നെ വിവാഹം ആലോചിച്ച് ഇവിടെ തന്നെ വിവാഹം കഴിച്ച് ഇവിടെ കുടുംബസ്ഥനായിട്ട്. നാട്ടിലെനിക്ക് അമ്മ നേരത്തെ മരിച്ചിരുന്നു. എൻ്റെ സഹോദരങ്ങളത് സത്യവതി ഇവിടെ ക്ലർക്കായിരുന്നു വിവാഹം കഴിക്കുമ്പോൾ. പിന്നെ തഹസിൽദാരായിട്ട് റിട്ടയർ ചെയ്തു. 2012 മരിച്ചു. 3 മക്കളാണ്. 2 ആൺകുട്ടികൾ. അവർ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. മകൾ ഇപ്പോൾ നെതർലൻഡ്സിലാണ്. അവിടെ പിന്നെ PhD ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്പെഷ്യലൈസ് ചെയ്ത് PhD എടുത്ത് അവിടെ റിസർച്ച് ചെയ്യുന്നു. ഇപ്പം തൽക്കാലം അവർ കുട്ടികളൊക്കെ വന്നും പോവും. അങ്ങനെ ഇരിക്കുന്നു. അത് വായിച്ചു. അതുപോലെ മറ്റ് കാര്യങ്ങൾ അത് അങ്ങനെ ഇങ്ങനെയുള്ള അത് ഓക്കെ പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ശരി, തുടക്കം ആയിക്കോട്ടെ. നിങ്ങളുടെ ഇതിനെ സംബന്ധിച്ചുള്ള ഇതൊക്കെയാണ് പോരായ്മ എന്നുള്ളത് കണ്ട് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം.